ലിഥിയം ബാറ്ററി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിക്കൽ സ്ട്രിപ്പ് വെൽഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലം സോൾഡറിങ് അയൺ ഉപയോഗിച്ച് കണക്ഷൻ കൊടുത്തേക്കുന്നത്. നിക്കൽ സ്ട്രിപ്പ് വെൽഡർ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയോ കിട്ടാൻ സാധ്യതയുണ്ട്. ബാറ്ററിയുടെ കണക്ഷൻ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ബാറ്ററിയുടെ നെഗറ്റീവ് ഈ കാണുന്നതാണ്. ഈ ഭാഗത്താണ് പോസിറ്റീവ് വരുന്നത്. അവിടെ 3.7 വോൾട്ടേജാണ് വരുന്നത്. അവിടെ നിന്നും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ 7.4 വോൾട്ടാണ് വരുന്നത്. അവിടെ നിന്നും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. ആ ബാറ്ററിയുടെ തന്നെ പോസിറ്റീവിൽ നോക്കുമ്പോൾ അവിടെ 11.1 വോൾട്ടേജ് വരുന്നു. അവിടെ നിന്ന് വീണ്ടും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ തന്നെ പോസിറ്റീവിൽ നോക്കുമ്പോൾ അവിടെ 14.8 വോൾട്ടേജ് വരുന്നു. അവിടെ നിന്നും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ആ ബാറ്ററിയുടെ തന്നെ പോസിറ്റീവിൽ നോക്കുമ്പോൾ അവിടെ 18.5 വോൾട്ട് കാണാൻ സാധിക്കും. വീണ്ടും അവിടെ നിന്ന് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതിൻ്റെ തന്നെ പോസിറ്റീവ് ലെഗിൽ നമ്മൾ മീറ്റർ വെച്ച് നോക്കുമ്പോൾ അവിടെ 22.2 വോൾട്ടേജ് കിട്ടുന്നു. വീണ്ടും അവിടെ നിന്ന് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് 25.9 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഈ ബാറ്ററി പാക്കിൽ 3.7 വോൾട്ടേജിൻ്റെ 7 ബാറ്ററി ഒരുമിച്ച് പാരൽ ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി കണക്ഷൻ കൊടുക്കേണ്ടത് BMS ആണ്. BMS അഥവാ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ കാണുന്ന BMS 24 വോൾട്ട് 20 ആംപിയറിൻ്റേതാണ്. BMSൽ നോക്കിയാൽ കാണാൻ സാധിക്കും P-, B- എന്നിങ്ങനെ 2 കണക്ഷൻ. അതിൽ B- ആണ് ബാറ്ററിയുടെ മൈനസ് വോൾട്ടേജിൽ കൊടുക്കേണ്ടത്, അതായത് നെഗറ്റീവ് വോൾട്ടേജിൽ കൊടുക്കേണ്ടത്. ബ്ലാക്ക് വയറിൽ നിന്നാണ് ഔട്ട്പുട്ട് കണക്ഷൻ എടുക്കുന്നത്. ഇനി BMS കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ BMSൽ 8 കണക്ഷനാണ് വരുന്നത്. അതിൽ ആദ്യം കാണുന്ന ബ്ലാക്ക് ബാറ്ററിയുടെ തന്നെ നെഗറ്റീവിൽ കൊടുക്കുക. രണ്ടാമത് കാണുന്ന വയർ ബാറ്ററിയുടെ 3.7 വോൾട്ടേജിൽ കൊടുക്കുക. മൂന്നാമത് കാണുന്ന കണക്ഷൻ ബാറ്ററിയുടെ 7.4 വോൾട്ടേജിൽ കൊടുക്കുക. നാലാമത് കാണുന്ന വയർ ബാറ്ററിയുടെ 11.1 വോൾട്ട് വരുന്ന ഭാഗത്ത് കൊടുക്കുക. അഞ്ചാമത് വരുന്ന വയർ ബാറ്ററിയുടെ 14.8 വോൾട്ടേജ് വരുന്ന ഭാഗത്ത് കൊടുക്കുക. ആറാമത് വരുന്ന കണക്ഷൻ ബാറ്ററിയുടെ തന്നെ 18.5 വോൾട്ട് വരുന്ന ഭാഗത്ത് കൊടുക്കുക. ഏഴാമത്തെ കണക്ഷൻ ബാറ്ററിയുടെ 22.2 വോൾട്ടേജ് വരുന്ന ഭാഗത്ത് കൊടുക്കുക. അവസാനത്തെ കണക്ഷനായ എട്ടാമത്തെ കണക്ഷൻ ബാറ്ററിയുടെ 25.9 വോൾട്ട് വരുന്ന ഭാഗത്ത് കണക്ഷൻ കൊടുക്കുക. BMSൻ്റെ എട്ടാമത്തെ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തു നിന്നാണ് 24 വോൾട്ടേജിൻ്റെ പ്ലസ് വോൾട്ടേജ് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഇങ്ങനെയാണ് ബാറ്ററിയും BMSുമായി കണക്ഷൻ കൊടുക്കുന്നത്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.